നമസ്കാരം. വിഷുവുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിനായി ഏവരും ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നതായ രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം വിഷുക്കണിയുടെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം കൈനീട്ടം നൽകുന്നതായ ചിത്രമാകുന്നു. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അറിയേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇന്നേ ദിവസം, ഈ വിശേഷപ്പെട്ട ദിവസം ഭഗവാനെ ഒരു നിമിഷം വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. ഓം നമോ നാരായണായ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. നിങ്ങൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യമുണ്ട്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്, എപ്രകാരം മുന്നോട്ട് പോകണം എന്ന് ചില കാര്യങ്ങളിൽ ഒരു ആശയക്കുഴപ്പമുള്ളതായി കാണുന്നു. പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. അതായത് ചില കാര്യങ്ങൾ സ്വീകരിക്കണമോ, ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമോ, അത്തരത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ആശയക്കുഴപ്പം നിങ്ങൾ നേരിടുന്നു എന്നതാണ് വാസ്തവം. വളരെ വിഷമിച്ച അല്ലെങ്കിൽ ഭയത്തോടെ ഇരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. വളരെ വിഷമകരമായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ജീവിതത്തിൽ പല കാര്യങ്ങളെയും ശരിയായി നേരിടുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് നേരിടണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും അത് സാധ്യമാകാത്ത സാഹചര്യമുണ്ട്. മുൻപ് സംഭവിച്ച ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ചില ചിന്തകൾ വല്ലാതെ അലട്ടുന്നു എന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ വല്ലാതെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു അടുപ്പം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു എങ്കിലും സ്നേഹിച്ചവരുടെ ഓർമ്മകൾ പോലും നിങ്ങൾക്ക് ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളെ ഭയപ്പെടുത്തുന്ന പല ടെൻഷനാകുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു പരിഹാരം സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന് പറയാം. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ അനുഗ്രഹത്താൽ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം സന്തോഷം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കാവുന്നതാണ്. വിഷമകരമായ സാഹചര്യങ്ങൾക്ക് ഒരു അറുതി വരുന്ന സാഹചര്യം രൂപപ്പെടാവുന്നതാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. പുതിയ തുടക്കം അല്ലെങ്കിൽ വീണ്ടും ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ നൽകുന്നതായ സാഹചര്യമുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിഷമം നിങ്ങൾക്കുണ്ട്. ഭഗവാൻ നിങ്ങൾക്ക് മുൻപ് നൽകിയിരിക്കുന്നതായ ഒരു അവസരം അത് കൃത്യമായി വിനിയോഗിക്കാൻ സാധിച്ചില്ല എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഭഗവാൻ വീണ്ടും ഒരു അവസരം നൽകുന്നതായ സാഹചര്യം രൂപപ്പെടുകയാണ് എന്ന് പറയാം. ഈ സമയം നിങ്ങൾക്ക് മുൻപ് ലഭിക്കാത്തതായ ഒരു ഭാഗ്യം അല്ലെങ്കിൽ അനുകൂലമായ ഒരു സാഹചര്യം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം സന്തോഷം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക.
പുതിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ്, അത്തരത്തിൽ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ പരിശ്രമിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടും കഠിനാധ്വാനം, ആത്മാർത്ഥമായ ശ്രമങ്ങളാൽ പോലും പല കാര്യങ്ങളും ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചിട്ടും അതിന് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. വിചാരിക്കാത്ത രീതിയിൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായിരിക്കുന്നു എന്നതും നിങ്ങളുടെ വിഷമം വർദ്ധിപ്പിക്കുന്നതാണ്. പല കാര്യങ്ങളിലും പൂർണ്ണഫലം ലഭിക്കാത്തതായ സാഹചര്യം, ഒരു വിഷമം ഉണ്ട് എങ്കിൽ, നിരാശയുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാം. അപ്രതീക്ഷിതമായ ഒരു മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം ഈ സമയം രൂപപ്പെടാവുന്നതാണ്. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് തീർച്ചയായും ഒരു മാറ്റം ജീവിതത്തിൽ പ്രദാനം ചെയ്യും. അത് വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാവുന്നതാണ്. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കാം എന്നതാണ് വാസ്തവം. ഈ സമയം ഭഗവാനെ ആരാധിച്ചു തന്നെ മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ, അഥവാ കൈനീട്ടം നൽകുന്ന ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പാസ്റ്റിൽ നടന്ന ഏതോ ഒരു കാര്യം, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്ട്രക്കായി നിൽക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്നും, വളരെ വിഷമകരമായ കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് പോകുവാൻ ചില അവസരങ്ങളിൽ സാധിക്കുന്നില്ല. മനസ്സിലാണ് എങ്കിലും ആ ദുഃഖങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നവരാകാം നിങ്ങൾ. ആലോചിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. അല്പം കൂടി ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. ഈ സമയം നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു. പല കാര്യങ്ങളിലും ഒരു റീസ്റ്റാർട്ട് നടത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് കൂടുതലായും ഒരു എനർജി ജീവിതത്തിൽ പ്രകടമാകുന്ന സമയമാണ്. നിങ്ങളെ പിരിഞ്ഞു പോയവർ, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പിരിഞ്ഞ് പോയിട്ടുള്ളവർ, ചില വ്യക്തമായ കാരണങ്ങൾ പറയാതെ നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുള്ളവരാകാം. അതുമായി ബന്ധപ്പെട്ട ചില വിഷമതകൾ നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ എനർജിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. പല കാര്യങ്ങളും ആസ്വദിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ആരംഭിക്കുന്നതാണ്. കുറ്റബോധത്തോടെ ചില വ്യക്തികൾ നിങ്ങളെ സമീപിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങളുടെ നന്മ മറ്റുള്ളവർ മനസ്സിലാക്കി തുടങ്ങുന്ന സാഹചര്യമുണ്ട്. അറിയാത്ത കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും കുത്തുവാക്കുകൾ, വിഷമകരമായ കാര്യങ്ങൾ നേരിടേണ്ടതായി വരുന്ന വ്യക്തികൾ കൂടിയാകാം നിങ്ങൾ. അതിലൊരു മാറ്റം സംഭവിക്കാം. ഉണർവ് ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ തുടങ്ങുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു ആവേശം നിങ്ങളിലേക്ക് കടന്നു വരാം. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ഒരു നെഗറ്റീവായ ഊർജങ്ങളിൽ നിന്നും ഒരു മാറ്റവും പോസിറ്റീവായ ഊർജം, ചിന്തകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു മാറ്റമായി തന്നെ പരാമർശിക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുവാൻ പഠിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റുള്ളവർ അവർക്ക് വേണ്ടി പലപ്പോഴും നിങ്ങളെ താഴ്ത്തി കെട്ടുന്ന സാഹചര്യമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ മറ്റുള്ളവർ നേടിയെടുക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം. ഈ സമയം പ്രധാനമായും നിങ്ങൾ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക. ഈ സമയം നിങ്ങളുടെ ശക്തി അത് നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി തന്നെ പ്രകടമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് പോസിറ്റീവായ ചിന്ത പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പോസിറ്റീവായ ചിന്തയോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പല വിധത്തിലും അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരാം. ഉയർന്ന തലത്തിൽ ചിന്തിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം, ചിന്തകളിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന ആഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരാം. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം.
ഏത് സാഹചര്യമാണ് എങ്കിലും മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏത് സാഹചര്യത്തിലാണ് എങ്കിലും വലിയ ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. എപ്രകാരം മുന്നോട്ട് പോകണം എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. ഈ സമയം പ്രധാനമായും ഏത് പ്രശ്നത്തിലാണ് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് എങ്കിലും അതിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അഭിമാനം തോന്നാവുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും വിശ്വാസങ്ങൾ കടന്നു വരാം. അത്തരത്തിൽ ശക്തമാർന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ എന്തിനെ ഭയക്കുന്നുവോ അവയെല്ലാം വളരെ ചെറുതാണ്, അല്ലെങ്കിൽ അനായാസം മറികടക്കുവാൻ സാധിക്കും എന്നൊരു ബോധ്യവും നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. ഉറക്കമില്ലാതെ ടെൻഷൻ അടിക്കുന്ന അല്ലെങ്കിൽ ടെൻഷൻ വന്നു ചേരുന്ന ആ കാര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിവുകൾ കടന്നു വരികയാണ്. ഒരു പുതിയ കാഴ്ചപ്പാട് നിങ്ങളിലേക്ക് വന്നു ചേരാം. ധൈര്യത്തോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും കൃത്യമായി തന്നെ വിജയങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങണം.